ചെയ്യപ്പെടുന്ന മഹാപ്രധാനാചാര്യൻ മണ്മയിലും മരണമുള്ളവരുമായ മനുഷ്യരിൽ നിന്ന് തന്റെ ശുശ്രൂഷയ്ക്കായി പുരോഹിതന്മാരെയും പ്രധാന പുരോഹിതന്മാരെയും കൃപയോടെ നിയമിക്കുകയും തന്റെ ജനത്തിന് പാപമോചനം നൽകുവാനും തന്റെ ദൈവത്വത്തിന് പ്രീതികരമായ ബലികൾ അനുഷ്ഠിക്കുവാനും വേണ്ടി ദൈവിക നിർദ്ദനങ്ങൾ കൊണ്ട് അവരെ ബഹുമാനിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മാനുഷിക വർഗത്തിന് നിശ്ചയിക്കപ്പെട്ട മരണമെന്ന വിധി തീർപ്പനുസരിച്ച് മരണം കൈക്കൊള്ളുവാനും വാഗ്ദാനം ചെയ്തിട്ടുള്ള അണിവില്ലാത്ത ജീവനിലേക്ക് മാറുവാനും ഊർജ്ജത്തിലേക്ക് സംവേദിക്കാനും ബലികൾ അർപ്പിക്കുവാനും വേണ്ടി താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് അവരെ വിടുവിച്ച് കൊണ്ടുപോകുന്നവരും ആയവന്റെ സ്തുതി അവരുടെ അനുസ്മരണം നിർവഹിച്ചുകൊണ്ട് ഞങ്ങൾ അവരുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം പ്രാപിക്കുകയും ഞങ്ങളുടെ നിയമലംഘനങ്ങൾക്ക് മോചനവും ഞങ്ങളുടെ തെറ്റുകൾക്ക് പാപപരിഹാരവും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. തനിക്ക് തന്റെ ദാസനായിരിക്കുന്ന ഈ സന്യാസികളെ ശവസംസ്കാരത്തിലൂടെ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുകാലങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമാകുന്നു. വലിയവനും വിസ്മയനീയനും സർവ്വത്തിലും ഭാഗ്യശാലിയും യഥാർത്ഥ മഹാപുരോഹിതനും തന്റെ ശരീരത്തിന്റെ വലിയ മാതാനം ജീവദായകമായ തന്റെ മരണക്കാലം രക്താകരമായ കാലം വഴിയായി സഭാപരമായ ഞങ്ങളുടെ പൗരോഹിത്യത്തെ പരിപൂർണപ്പെടുത്തിയവരും പുരോഹിതന്മാർ മരണമാകുന്നതിനെ ചവിട്ടി ഈ മരണമല്ല യഥാർത്ഥ ജീവനിലേക്ക് കടക്കുന്ന ഒരു ഉറക്കം മാത്രമാണ് എന്ന് പരിഗണിക്കുവാൻ വേണ്ടി തന്റെ പരിശുദ്ധ സ്ത്രീഹന്മാർ വഴിയായി ഈ പൗരോഹിത്യ നൽവരം അവരെ ഏൽപ്പിച്ചു കൊടുത്തവനുമായ കർത്താവും ഞങ്ങളുടെ മഹാപുരോഹിതനുമായ ദൈവനമ്പുരാനെ അയോഗ്യരായിരിക്കെ ഈ പൗരോഹിത്യ സേവനത്തിന് അർഹരായി തീർന്ന ഭാവികളും ബലഹീനരും ദാസകമാകുന്ന ഞങ്ങൾ നിന്റെ ദൈവിക മനുഷ്യ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. മുൻകൂട്ടി ദൈവിക പൗരോഹിത്യത്തിൽ നീ സമന്ധിപ്പിക്കുകയും ഇപ്പോൾ ന്യായ തീർപ്പ് വഴിയായി ഞങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മരണമെന്ന വിധി തീർപ്പിന് വിധേയനായി തീരുകയും ചെയ്തിരിക്കുന്ന ഈ ആത്മാവിനെ പരിശുദ്ധമാലാഹമാർ വഴിയായി സ്വീകരിച്ചു കൊള്ളണമേ. അവരുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളായ സ്ഥാനകന്മാരുടെ പുരോഹിതന്മാരുടെയും ആത്മാക്കൾ നിവസിക്കുന്ന സൗഭാഗ്യകരമായ ഭവനങ്ങളിലേക്ക് അത് പകർന്ന് ഉയരുമാറാകണമേ. ഇവിടെയുള്ള ഈ നിലവാരത്തിന്റെ ശുശ്രൂഷാനുഷ്ഠാനത്തെ ഓർമ്മകളെ ഞങ്ങളുടെ ബലഹീന പ്രതികളിലെ ശക്തിക്ക് അനുസരണമായി തിരുസന്നിധിയിൽ ഈ നിലദാസം നിർവഹിച്ചിട്ടുള്ള ജാഗരണത്തിനും പ്രാർത്ഥനകൾക്കും പകരമായി സന്തോഷകരവും ആനന്ദപ്രദവുമായ എതിരേൽപ്പോട് ഈ നിലദാസനം സ്വീകരിച്ചുകൊള്ളേണ്ടത്. നിന്റെ പരിശുദ്ധ മധുബായുടെ സന്നിധിയിൽ ഈ നിന്റെ ദാസൻ അർപ്പിച്ചിട്ടുള്ള ബലികൾക്കും കാഴ്ചകൾക്കും പകരമായി ഇതിന്റെ ദാസന് സന്തോഷവും ആനന്ദവും നൽകേണ്ടത്. നിന്റെ സ്വർഗീയ മഹാവിശിഷ്ടസ്ഥലത്ത് ഈ നിന്റെ ദാസന്റെ ആത്മാവിനെ അർപ്പിച്ചുകൊള്ളേണ്ടത്. അവിടെ സ്തുതിയോടും കരയിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ആനന്ദം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ നിന്റെ ദാസൻ ശ്രേഷ്ഠന്മാരുടെ കൂട്ടത്തിൽ വസിക്കുമാറാകണമേ. കർത്താവേ, തിരുവിഷ്ടം തോന്നി ഈ നിന്റെ ദാസന് വേണ്ടിയുള്ള പാപങ്ങളായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. വിശുദ്ധ സ്ഥാനകരിൽ മഹനീയരും ശ്രേഷ്ഠരുമായവരോട് ഒരുമിച്ച് ഈ നിന്റെ ദാസനെ ആശ്വസിപ്പിച്ചുകൊള്ളണമേ. ഇവന്റെ മുമ്പാകെ അനുഷ്ഠിച്ചിട്ടുള്ള വിശുദ്ധ രഹസ്യങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന പാപപരിഹാരപ്രദമായ കൃപയാൽ ഏത് വിധത്തിലെങ്കിലും ഇവനിൽ പുരണ്ടിരിക്കുന്ന മാലിന്യങ്ങളെയും അഴിക്കുകയും നീക്കി ശുദ്ധീകരിക്കണമേ. അവസാനത്തിൽ വെടിക്കോടെ നിർത്തിക്കൊള്ളണം. നീ മുഖാന്തരത്തിനോടുള്ള ായിരിക്കുന്നവരുമായ എന്റെ വിവാഹമാറാക്കണം.
Amen.
സന്യാസ ജീവിതത്തിൽ ആധുനികത അനുഭവിച്ചുകൊണ്ട് കർത്താവിൽ മരണം പ്രാപിച്ച വന്യ യോഹന്നാൻ റമ്പാച്ചന്റെ അന്ത്യ കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് റമ്പാച്ചനെ യാത്രയാക്കുന്ന ഈ അവസരത്തിൽ റമ്പാച്ചന്റെ ഒരു കുടുംബാംഗം എന്നുള്ള നിലയിൽ ഇവിടെ രണ്ട് വാക്ക് അനുശോചനമായിട്ട് പറയുവാൻ എന്നെ നിയോഗിച്ചതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുക.
ബ്രഹ്മാച്ചൻ ഒരു വൈദികനായി, ഒരു സന്യാസി ആയിട്ട് തന്റെ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ചെറുപ്പം മുതൽ ഞാൻ കണ്ട് അതിൽ നിന്നും ഒരു വൈദിക ജീവിതത്തിലേക്ക് ഉള്ള ഒരു വിളി സ്വീകരിക്കുവാൻ എനിക്കിവിടെയായിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരൈക്യമായിരുന്നു പ്രഭാഷണം എന്ന് പറയുന്നതിന് അല്പം പോലും അതിശയോക്തിയില്ല. വളരെ പുരാതനമായിട്ടുള്ള പടിവാതിൽ കുടുംബത്തിലെ ഒരു ശാഖയാണ് പടിഞ്ഞാറ്റത്ത് കുടുംബം. ആ പടിഞ്ഞാറ്റത്ത് കുടുംബത്തിലെ വേറൊരു ചെറിയ ശാഖയാണ് ചെറിയ തെക്കുക്കര എന്ന് പറയുന്നത്. പ്രഭാഷന് വേണ്ടി ഈ സമൂഹം അവസാന നാളുകളിൽ ശുശ്രൂഷിക്കുകയും അതുപോലെ തന്നെ വേണ്ടതൊക്കെയും ചെയ്തു തന്നതിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. പ്രഭാഷൻ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ലക്ഷ്യബോധം കൈവിടിയാതെ ആ കുടുംബത്തിന്റെ ഐക്യം നഷ്ടപ്പെടുത്താതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് ഇനിയും സഭയ്ക്കും സമൂഹത്തിനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും നല്ല ആചാര്യന്മാരെ, നല്ല സന്യസ്തരെ കൊടുക്കുവാനായിട്ട് പ്രഭാഷന്റെ ജീവിത ചൈതന്യം ഞങ്ങൾക്കെന്നും ഒരു വഴികാട്ടിയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അച്ഛൻ പറഞ്ഞു, ആ കുടുംബത്തിൻ്റെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കെടാവിളക്കാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനും പറയട്ടെ, ആശ്രമത്തിൻ്റെ കെടാവിളക്കായിരുന്നു. ഈ പഴയനായ റംബാത്തിൻ തന്നെ എന്നോടും ഞങ്ങളോടും പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വാചകം ഞാൻ ഓർമ്മിച്ചുകൊള്ളട്ടെ. കാര്യം ചെയ്ത ഈ സ്ഥാപനത്തിന്റെ പ്രധാന അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള യോഹന്നാന്റെ ഭാഷ, ഞാൻ തനിക്ക് ഉരുളത്തോടെ തരുന്നു, അതിൽ പക്ഷേ കല്ല് കണ്ടേക്കാം, പക്ഷേ കലയുണ്ട്, ആ കല്ല് പൊരുക്കിക്കളഞ്ഞ് ചൂടണം. ബഹുമാനപ്പെട്ട പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെയായിട്ട് ഏതാനും പാടുകളും പാടുകളും ഇടയ്ക്ക് ചേർത്തിലുണ്ടായി. ഈ പറഞ്ഞ പാഠത്തിനകത്ത് അദ്ദേഹത്തോട് ആവശ്യമായ പാഠത്തിനകത്ത് അതാണ് ഉദ്ദേശിക്കപ്പെട്ടിരുന്നത്. ഈ സ്ഥാപനത്തിന്റെ ദേശാന്തരത്തിന്റെ ആദ്യകാലങ്ങളിൽ ഞങ്ങൾ ഏവരെക്കാളും ഏവരെക്കാളും വളരെ രക്ഷപ്പെട്ടിട്ടുള്ളതും നഷ്ടപ്പെട്ടിട്ടുള്ളതും ഇവിടെ താമസിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളതും ഈ പഴയനായ എന്റെ സഹോദരൻ യോഹന്നാൻ ആണ് എന്ന് മിക്കവർക്കും പറയാൻ കഴിയും. ഈ ആ കുടുംബം തന്നെയായിട്ട് സഭയിൽ 3-4 മെത്രാന്മാരുണ്ട്, ഈ കലാകാരുണ്ട്, റംബാക്കാരുണ്ട്, അച്ഛന്മാരുണ്ട്. ഈ റംബാന്മാരാകട്ടെ, ഈ മെത്രാച്ചന്മാരാകട്ടെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തോടും ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും ഉയർപ്പിനും വളർച്ചയ്ക്ക് വേണ്ടി കാലജീവിതത്തിന് വേണ്ടി ഒന്നിച്ച് ഇത്രമാത്രം പ്രയത്നിച്ച് മാത്രമല്ല പോലെ കഷ്ടപ്പാടുകളുടെ ഇടയിൽ ജീവിച്ചതായ ഒരു സഹോദരനാണ് ഇത്. ആദ്യകാല പ്രദേശം ഒരു കാട് കഴിവായി ഒരു ദിവസം വൈകിട്ട് കൃഷി ചെയ്യുന്നതിനായി ഈ കളച്ച് വളമുണ്ടാക്കുക. അപ്പോ കല്ലിലൊക്കെ വിട്ടു. ഞാനും ഇപ്പം ഞാനും ആദ്യത്തിൽ അങ്ങനെ കൃഷി ചെയ്യണം. അത്ര വലിയ പരിചയമുള്ളൊരു മനുഷ്യനല്ലായിരുന്നു അന്നും ഇന്നലെ.
പാമ്പ് എന്നതും അതിനകത്തുനിന്ന് കണ്ടുപോയി. അദ്ദേഹം ധൈര്യപ്പെട്ട് ഏതായാലും അതിനെ ഓടിച്ചു കളഞ്ഞ ഉണ്ടായിരുന്നതും മറ്റൊരു ജോലിക്കാരും അതിനെ കൊല്ലുകയും ചെയ്തു. അങ്ങനെയുള്ളതായ കഷ്ടപ്പാട് വനത്തിന്റെ നടുവിലേക്ക് പോയി കുലീനയിൽ എന്ന് പറയുന്ന സമ്പാദ്യമുള്ളതായ ആശ്രമത്തിന് 100,000 പറഞ്ഞത് നെല്ലിക്കുന്നതായ അത്തരം അധികാരത്തിലാണ് ചെയ്തതായി തിരുമേനി വളരെ കഷ്ടപ്പെട്ട് കേസ് പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിച്ചും നൊയിന്ന് നോറ്റും സമ്പാദിച്ചിട്ടുള്ളതാണ്. ആ കാലഘട്ടങ്ങളിൽ കുലിനേക്ക് പോയിട്ടാണ് കരിയ കൊണ്ടുവരുന്നത് ഇവിടെ ഈ കൃഷി ചെയ്യാനായി. ആ കഷ്ടപ്പാടുകൾ ആണ് ഞാനിപ്പോൾ ഓർത്തു പോകുന്നത്. ഇദ്ദേഹം ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതിന് വളരെ സമ്മതനായി. ഞങ്ങളൊക്കെ കാലം പറയും അദ്ദേഹത്തിന്റെ ബുദ്ധി വളരെ ഷൂഡ് പറഞ്ഞാലും പറഞ്ഞിട്ടുള്ളതൊക്കെ അറിയാം. ആ ഷൂഡെന്ന് പറയുന്ന അർത്ഥം അത്രമാത്രം ഷൂഡാണ്. നല്ല ബുദ്ധി എനിക്കും ഞങ്ങൾ കൊണ്ടുകയും പറഞ്ഞു മീറ്റിംഗ് പോയിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും അദ്ദേഹത്തിന് നല്ല നല്ല അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് സമയം ഇതാകാതെ എന്നെ കേൾക്കുവായ ഈ ഈ ആവശ്യത്തിന്റെ ഇന്നത്തെ പോലെ കുട്ടികൾക്കുള്ള അവസരമല്ല, എന്തോ കുട്ടികൾക്കെ മാറ്റുള്ളൂ. അതിനാലെ ആ ചെറിയ സമ്പാദനത്തിൽ നിന്ന് ഈ സ്ഥാപനത്തിന്റെ വിമർശയ്ക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാനുള്ള കുട്ടികളുടെ വിഭവമാണ്. അതിൽ നിന്ന് തിരുവേലി അങ്ങ് മുകളിൽ നിന്നുകൊണ്ട് ഉടുപ്പുണ്ടായിരുന്നു. യോനാശൻ ഒരു 100 രൂപ 200 രൂപ 300 രൂപ കൊടുത്തായിരുന്നു. പാപത്തിൽ അന്നേരം എടുക്കാൻ കാണിയില്ലായിരുന്നു. തിരുവേലിയുടെ കൽപ്പനയില്ലേ കൊടുത്തേ ഒക്കുള്ളൂ എന്നുള്ള നിലയിൽ എങ്ങനെയും പ്രയാസപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുകയായി. അങ്ങനെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം അല്ലെങ്കിൽ അറിയാൻ കാരണം ഞാൻ തന്നെ ഒരിക്കൽ ഈ ദൗത്യവുമായി ഞാൻ വളരെ തിരുവേലിയുടെ ഒരു ചെറിയ രൂപമായിട്ട് എൻ്റെ ഒരു പ്രായത്തിന് തീരുമാനിച്ചു. എന്താ ഈ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടെങ്കിലും തിരുവേലിയുടെ കൽപ്പനയോ അത് മുത്തിക്കൊണ്ട് ആ ചീട്ട് മുത്തിക്കൊണ്ട് എങ്ങനെയോ 150 രൂപ ഉണ്ടായിരുന്നു. വേറെ എങ്ങനെയോ പിള്ളേരെ കിട്ടാനുള്ളത് ചെന്ന് അവരിൽ വാങ്ങിച്ച് തിരികെ കൊടുത്തു. അങ്ങനെ പല അദ്ദേഹം വായിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. നിൽക്കുന്ന ഡിവിഷൻ തൊട്ടി അദ്ദേഹത്തിന്റെ ശ്രമത്താണ് ഉണ്ടായിട്ടുള്ളതാണ്. ഈ ഹോസ്റ്റലിന്റെ ആദ്യത്തെ നല്ല കെട്ടിടം ഒരു പഴയ കെട്ടിടം ആദ്യം ഉണ്ടായിരുന്നു. അത് വിലയ്ക്ക് എവിടുന്നോ വാങ്ങിച്ചുണ്ടാക്കിയതാണ്. ഒരു നല്ല കെട്ടിടം കണ്ടുവര ആദ്യം അദ്ദേഹമാണ്. ഇവിടെ ആദ്യം ചെവി വർദ്ധിപ്പെടുത്താനുണ്ടായിരുന്നു. ആദ്യം നോക്കുകയും അദ്ദേഹത്തിനോട് ഇങ്ങനെ നോക്കിയാൽ പല പല കാര്യങ്ങൾ ആദ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ പണം ഉണ്ടാക്കി. അതാണ് ആ പ്രധാനം. അത് പോയി അദ്ദേഹം തന്നെ പണം ഉണ്ടാക്കി ഇതിനാഥത്തിന്റെ കാലത്ത് ഇതിനാഥത്തിന് കൊടുത്ത് ഇവിടുത്തെ ഉയർത്തിനും വളർച്ചയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല ബുദ്ധിപരമായി ആളോട് സംസാരിച്ച് ബുദ്ധി പറഞ്ഞു ചെയ്യുമായിരുന്നു. എന്നാൽ ഒരു ദേവാലയങ്ങളോട് അനുപരിയായ ആളുകൾ കാണുകയും അറിയുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ധന്യമായ ജീവിതമായിരുന്നു. ഞാൻ ശരിയായ ആ ഹോസ്റ്റലിൽ വിചാരിച്ചിട്ടുണ്ട്. ഞാനിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷയിലും ആയിരിക്കും. ഈ ശുശ്രൂഷയിലുള്ള വാക്ക് മലയാളത്തിലെ മലയാളത്തിലെത്തിയോ എന്നുള്ള അതിലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് പുരോഹിതന്മാരെ എതിർത്താം. ഞാനിരിക്കുന്ന സ്ഥലത്ത് ഈ പുരോഹിതന്മാർക്കല്ലാത്ത വേറെ പ്രയാസമില്ല. അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ ഓട്ട ബഹുമാനപ്പെട്ട യോഹന്നാൻമാർക്ക ഞങ്ങളിൽ വേർപെട്ട് അങ്ങനെ
പിതാവും ഞങ്ങളുടെ പിതാവും ദൈവമാവുന്ന കർത്താവിന്റെ സന്നിധിയിലേക്ക് നീക്കൊണ്ടിരിക്കുകയാണല്ലോ. അതെ, കർത്താവിനോട് പാത്രം അങ്ങേക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്ത് ബാബ എന്നുള്ള നിലയിൽ ആളുകൾക്ക് കൂടുതലായിട്ട് അത്രാക്ഷൻ എന്നുള്ള നിലയിൽ കൂടുതൽ. എന്നാൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതായ വ്യക്തി ഞങ്ങളിൽ നിന്നിപ്പോ വാങ്ങിക്കൊണ്ടിരിക്കുന്നതായ ഇദ്ദേഹമാണ്. അത് ക്രിസ്ത്യൻസ് മാത്രമല്ല, നോൺ ക്രിസ്ത്യൻസ് ഇപ്പോൾ നോൺ ക്രിസ്ത്യന്മാർ അറിയപ്പെടാൻ അവരുടെ വീടുകളിലോ അവരുടെ കടലിലോട്ട് പോയിട്ടുള്ള പല ഏർപ്പാടുകളും കൂടി അവതരിപ്പിക്കുന്നത് ഈ പ്രദേശത്ത് അങ്ങനെ ഏറ്റവും അറിയപ്പെട്ടിരുന്നതായ വ്യക്തിയാളുകൾക്ക് ഇന്നും അതുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു സന്യാസികളുടെ നിലയിൽ ആരോരും ചിലപ്പോൾ പ്രാർത്ഥിക്കാനും പാടാനും വിചാരിക്കും. എങ്കിലും ദൈവം അത് സ്വീകരിക്കുന്നു. അങ്ങനെ ലോകത്തിൽ അത് ആത്മാവിനെ കൊണ്ടുപോയി ചെയ്തു. സിമോൻ സാമൂഹിക രാഷ്ട്രീയമായ
ആശയമോ മറ്റേ ഇപ്പോഴുള്ള ആഗ്രഹമോ ഒന്നും നടന്നുപോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജീവാശയം എല്ലാ വിശ്വാസത്തിലും ഒരുപോലെ ശനിയാഴ്ച വായിച്ചു പഠിച്ച് ജീവിതത്തിൽ പോകുകയാണെങ്കിൽ വീക്കെൻഡ് ഹെവനൊന്നാണ്. നമുക്ക് ഇവിടെ സ്വന്തം ഉണ്ടാക്കാം, സംശയം. ആ സ്വന്തം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് നേരായ ഓരോ ഭാഗത്തും സ്വന്തം ആണെങ്കിലും അതിന്റെ സൗകര്യത്തിന് ആരാണ് അടുത്തത് പറഞ്ഞാൽ അതിലേക്ക് പ്രാർത്ഥിക്കാൻ പ്രയാസമായിട്ടാക്കി അങ്ങനെ ഒരു അനുവാദം സഭയിൽ വന്നിരിക്കും. അദ്ദേഹം അത് നടത്തുന്ന അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയാണ്. അത് സ്മരിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന തീർച്ചയായും ഈ കാലങ്ങളിൽ തീർച്ചയായും പ്രാർത്ഥിക്കുന്നുണ്ട്, സംശയമില്ല. അതുപോലെ ഈ പോയെങ്കിലും അപ്പോൾ പറയുമ്പോൾ ഞാൻ ശരീരമുണ്ടാകും നമ്മൾ നമ്മുടെ വിശ്വാസം അദ്ദേഹം തീർച്ചയായും ആ രീതിയിൽ ദൈവത്തോടുള്ള ഹൃദയത്തെ പ്രാർത്ഥിക്കാറായിട്ട് യാതൊരു സംശയമില്ല. ആ കാര്യത്തിൽ ഞാൻ എന്റെ വാർത്തകൾ അവസാനിക്കുകയാണ്. നേതാജീവിതത്തിൽ ഇപ്പോഴത്തെ നേതാജീവിതത്തിൽ ഒരു മുന്നോടിയായിട്ട് ഈ നേരാൻ ജീവിച്ച് ഇപ്പോൾ വേർപെടുത്തിരിക്കുന്നത് ഈ കന്യാത്മാവ് ഈ നേരാന്റെ മധ്യത്തിലും പ്രതിനിധികളെല്ലാം രാഷ്ട്രീയ ജീവിതം മാതൃകയായിട്ട് ഞാൻ ഓർക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നീതി ശുശ്രൂഷയുള്ള നാളോടുള്ള സ്നേഹ ബഹുമാനപ്പെട്ട ദാസനോടുള്ള ഘടകമർപ്പിച്ച ബഹുമാനപ്പെട്ട ദാസന്മാർ വൈദികര് എല്ലാവരോടും നന്ദി നാമത്തിൽ തന്നെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എത്തി അദ്ദേഹത്തോട് പറഞ്ഞ് അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട സേവനത്തിൽ അന്യമുണ്ട്. അവിടുത്തെ അച്ഛന്മാരെ ജനങ്ങൾ അധ്യാപകർ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അവരുടെ സേവനം അറിയിക്കട്ടെ. അതോടൊപ്പം തന്റെ കുടുംബക്കാർ ഉള്ളവരുടെ ജനങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളിലും വേണ്ടതെല്ലാം ചെയ്യും. അവരുടെ നന്ദി നാളത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ സ്ഥലത്തുള്ള സുഹൃത്തുക്കൾ സൈന്യന്മാരെല്ലാം തന്നെ ഇവിടെ എത്തി. അതുപോലെ മറ്റു ജനങ്ങളും എല്ലാവരും ഇവിടെ എത്തി. ആരാധനാണ് പോയത്. അവരോട് നന്ദി അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ നിങ്ങൾക്കറിയാം അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സ്ഥാപന മാന്യതയാണ് സ്ഥാപിച്ചായിരുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൂർ 1951 മുതൽ 1994 വരെ ബഹുമാനപ്പെട്ട സ്കൂളിന്റെ മാന്യതരായി അത് ഈ കോട്ടയമായി കാലിനേറ്റം വരുന്നത്. അവിടെ മലയാള ഏതാണ്ട് 10-400 ആണെങ്കിലും അനേകം പേർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വയനാട് അധ്യാപകർ
സ്കൂള്, ഹോസ്പിറ്റല്, സ്കൂൾ ഓഫ് നഴ്സിംഗ് വേണ്ട ഈ സ്ഥാപനത്തിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെഡിക്കൽ സ്ഥാപനങ്ങളിലും എല്ലാവരും ഈ അനുശോചനം അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നന്ദി സ്നേഹവും പ്രത്യേകം അറിയിക്കട്ടെ. ഞാൻ ഓർക്കുന്നു, അവസാന ശിശുവിടെ നടക്കുന്ന സമയത്ത് ദേവാലയങ്ങൾ ആരും കൂടി ദേവാലയത്തിൽ ഉണ്ടാക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു. അതിനുള്ള അധ്യാപകരെ ഞാൻ ചുമതലപ്പെട്ടിട്ടുണ്ട്. അവർ അതിന് വേണ്ടതായ നേതൃത്വം തന്നെയാണ്. അവരുടെ നന്ദി അറിയിക്കട്ടെ. പോലെ വിഷ്ണുവിനെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണം കാര്യങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് വളരെ അതിനുശേഷമേ പോകാവുന്ന എല്ലാവർക്കും കൂടി ഉള്ള നന്ദി സ്നേഹവും അറിയിക്കും.
സൗഖ്യമാകില്ല എന്ന് ഹോവാണ് ചെയ്യുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ മുഖം ചുവന്നതിനെതിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാന്തര ഹൃദയത്തോടും കൂടെ എന്റെ മുമ്പിൽ നടന്നുകൊണ്ട് നിനക്കുള്ള സാധനമായിട്ട് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. നീ എന്നാണ് ഹിസ്കിയാവോട് പറയേണ്ടത്? നിന്റെ ചെയ്യുന്നു. ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂരാജാവിനും ഈ നഗരത്തെ ഞാൻ ആകർഷിക്കും. യഹോവയുടെ ഈ കാര്യം നിർത്തിക്കുന്നതിന് യഹോവയുടെ കഠിനാമത്തിനെ ഞാൻ സമ്മതിക്കുന്നോമാറാകും. അങ്ങനെ വിശുദ്ധ
വളരെ അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്റെ നീ എനിക്ക് അല്പത്തിൽ നീ വിശ്വസനായിരുന്നു. അതിർന്ന് ഞാനും നീ ധ്യാനപ്പെടുന്നു. നീ എന്റെ അടുത്ത് എന്റെ എനിക്ക് തന്നത് ഇതാരോടുകൂടി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു. എന്റെ ദൈവത്തിലേണ്ടതായിരുന്നു. ഞാൻ എന്റെ കൊള്ളുവായിരുന്നു. എന്നതാണ് അത് വളർന്നില്ലാവുന്ന കേട്ടുകൊള്ളുന്നു. അതിനാലേക്ക് മരണത്തിന്റെയും വിരോധത്തിന്റെയും ഉടയവനും ആത്മാക്കളുടെയും പ്രവചനങ്ങളുടെയും ദൈവമായ വിദ്യാർത്ഥികളായി നിന്നോ അപേക്ഷിക്കുന്നു. ഞാൻ ക്രമീകരിച്ചതായി നിന്നോ അപേക്ഷിക്കുന്നു. അവരുടെ സേവനത്തിന്റെ പ്രവർത്തിക്കുന്ന
Yeah.
മണ്ണാമുള്ളിലേക്ക് തിരിച്ച് അച്ഛന്മാരെ വിളിച്ചു ലേക്ക് പോകാമെന്ന ആത്മത്യാൻ പാർശ്വസോദരനെ പണിയപ്പെട്ടിരിക്കുന്നു ഗോത്രങ്ങളായ തലമുറകളിൽ നാമത്തെ തോന്നും ചെയ്യാനായി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. സിംഹാസനങ്ങൾ തന്നെ ഇട്ടിരിക്കുന്നു. നിന്റെ നിന്റെ സൈന്യത്തിൽ സമാധാനം നിന്റെ സഹോദരന്മാരെയും സ്നേഹിതരെയും പ്രതി നിന്നോട് ഞാൻ സമാധാനം സംസാരിക്കും. നമ്മുടെ ദൈവമായ താന്റെ ഫലം നിമിത്തം ഞാൻ നിന്റെ നന്മകൾ അന്വേഷിക്കും. എന്റെ ആത്മാവേ കർത്താവിനെ പുകഴ്ത്തുക. നിന്നോട് ക്ഷണിക്കും. വേദനയുള്ളവൻ സുഖപ്പെടുത്തും. നിന്റെ ജനത്തിന്മേൽ നിന്റെ അനുഗ്രഹം നീക്ക് ഉണ്ടായിരിക്കട്ടെ. നീ കർത്താവിനോട് അപേക്ഷിച്ച് ഭാഗ്യ പ്രാർത്ഥിക്കുക. നീ ചുറ്റും കോട്ടയുള്ള ഒരു പട്ടണം പോലെ ആയിരിക്കും. കർത്താവിന്റെ വലത് ശക്തി പ്രവർത്തിച്ചു. രാത്രികാലങ്ങളിൽ കർത്താവിന്റെ വാഴ്ച നിൽക്കുന്നവരെ നിങ്ങൾ കർത്താവിനെ സ്തുതി. ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണേ. ഞങ്ങൾ ചെയ്യുവാൻ ബാധ്യപ്പെട്ടിരുന്നത് ഞങ്ങൾ ചെയ്തു. തങ്ങളുടെ ഭുജങ്ങളിൽ നിന്നെ വഹിക്കും. ചെറിയവരെയും
Gracias.